1944 ഓഗസ്റ്റ് 12-ാം തീയതിയിലെ ദർശനത്തിൽ നിന്ന് 35-ാം വരി മുതൽ അവസാനം വരെയും, അതായത് മേരി മഗ്ദലനയുടെ വിടവാങ്ങൽ ഇവിടെ എഴുതി ചേർക്കണമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. 1944 ഓഗസ്റ്റ് 12. ഈശോ പറഞ്ഞു, നോക്കുക, എഴുതുക. ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ തരുന്ന കാരുണ്യത്തിൻ്റെ സുവിശേഷമാണ്. വിശേഷിച്ചും തങ്ങളുടെ പാപങ്ങളെപ്പറ്റി സ്വയം മനസ്സിലാക്കുന്ന സ്ത്രീകൾക്കു വേണ്ടിയുള്ളതാണിത്. അവർ അവളെ അനുഗമിച്ച് പശ്ചാത്തപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈശോ ഒരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയാണ്. അതൊരു മലമ്പ്രദേശമാണ്. 2 താഴ്വരകൾക്കിടയിലുള്ള ഒറ്റപ്പെട്ട ഒരു കുന്ന്. അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഒരു നുകം പോലെയോ, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു ഒട്ടകത്തിൻ്റെ ഉപ്പൂറ്റി പോലെയോ ഉണ്ട്. അതിനേതാനും വാര താഴെ പ്രകൃതിദത്തമായൊരു തടമുണ്ട്. നന്നായി പണി ചെയ്ത ഒരു കൊട്ടകയിൽ എന്നവണ്ണം അവിടെ ശബ്ദം ഭംഗിയായി പ്രതിധ്വനിക്കും. ആ കുന്നു മുഴുവൻ പൂക്കളാൽ നിറയപ്പെട്ടിരിക്കുന്നു. അതൊരു വേനൽക്കാലമായിരിക്കണം. താഴെയുള്ള വിളകൾ പാകമായിട്ടുണ്ട്. അവ കൊയ്തെടുക്കാറായി. വടക്കുവശത്തായി കൂടുതൽ ഉയരമുള്ള ഒരു മല സൂര്യപ്രകാശത്തിൽ പ്രശോഭിക്കുന്നു. നേരെ താഴെ കിഴക്കുവശത്തായി ഗലീലിയ കടൽ കാണാം. ഉടഞ്ഞു വീണ ഒരു കണ്ണാടിയുടെ അസംഖ്യം ചില്ലകൾ ഇന്ദ്രനീല കല്ലുകളായി രൂപാന്തരപ്പെട്ട് സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ ഇരിക്കുന്നു ആ സമുദ്രം. അതിൻ്റെ വെട്ടിത്തിളങ്ങുന്ന നീല സ്വർണ്ണ നിറങ്ങൾ ആരുടെയും കണ്ണഞ്ചിപ്പിക്കും. നീലാകാശത്തിലെ കുറെ വെൺമേഘങ്ങളുടെ പ്രതിബിംബവും വേഗത്തിൽ പോകുന്ന പായ്ക്കപ്പലുകളുടെ നിഴലും അതിൽ കാണാം. ജനേസറത്ത് കായലിനപ്പുറത്ത് അതിവിസ്തൃതമായൊരു മൈതാനമുണ്ട്. പ്രഭാതത്തിലെ മൂടൽമഞ്ഞ് മുഖേന അത് കായലിൻ്റെ ഒരു എടുപ്പാണെന്നേ തോന്നുകയുള്ളൂ. പിൻവശത്ത് പർവ്വതങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അവയുടെ പാർശ്വങ്ങൾ അതിവിചിത്രമാണ്. അതിനാൽ നീലാകാശത്ത് നിരത്തി വച്ചിരിക്കുന്ന മേഘങ്ങളാണ് അവയെന്ന് തോന്നും. കുറേ ആളുകൾ പുൽപ്പരപ്പിലും മറ്റു കുറേ പേർ വലിയ പാറകളുടെ മുകളിലും ഇരിക്കുന്നു. വേറെ ചിലർ നിൽക്കുകയാണ്. അപ്പസ്തോലന്മാരുടെ സംഘത്തിലുള്ള എല്ലാവരും അവിടെയില്ല. പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ എനിക്ക് കാണാം. നെഥാനിയേലിൻ്റെയും ഫിലിപ്പോസിൻ്റെയും പേരുകൾ വിളിക്കുന്നത് കേൾക്കാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൂടി വന്നു. അവർ അദ്ദേഹത്തെ സൈമൺ എന്ന് വിളിക്കുന്നത് കേട്ടു. മറ്റ് അപ്പസ്തോലന്മാരെ കാണുന്നില്ല. ഒരുപക്ഷെ അവർ ജനക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരിക്കും. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു. അത് മലയിലെ പ്രസംഗം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ സ്വർഗീയ സൗഭാഗ്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രസംഗം പര്യവസാനിക്കുവാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെന്നാൽ ഈശോ ഇപ്രകാരം പറയുന്നു, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ സ്വർഗസ്നായ പിതാവ് നല്ലവരോട് കാരുണ്യമുള്ളവനാണ്. അർഹതയുള്ളവർക്ക് 100 മടങ്ങായി നൽകേണ്ടത് എങ്ങനെയാണെന്ന് അവിടത്തേക്കറിയാം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ജനങ്ങൾക്ക് വലിയ വികാരാവേശമുണ്ടായി. അവർ ഈശോ നിന്നിരുന്ന പീഠത്തിനടുത്ത് തടിച്ചുകൂടി. ഈശോയുടെ ശ്രദ്ധ പതറിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗം നിർത്തി തിരിഞ്ഞു നോക്കി. മറ്റുള്ളവർ നോക്കിയിടത്തേക്ക് അവിടെ നിന്നും നോക്കി. ഗൗരവമുള്ളതെങ്കിലും കറുത്ത കുപ്പായം ധരിച്ച അവിടുത്തെ രൂപം മനോഹരമായിരുന്നു. കിഴക്കുവശത്തെ കൊടുമുടിയുടെ മുകളിലെത്തിയ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മാറത്ത് കൈകെട്ടി നിൽക്കുന്ന അവിടുത്തെ ശിരസിൽ പതിച്ചു. ഹോയ് പ്രാകൃതന്മാരെ, വഴി തരുക! ഈ സുന്ദരിക്ക് കടന്നു പോവാൻ വഴി തരൂ! ഒരാൾ കോപത്തോടെ അട്ടഹസിച്ചു. അതിനു പിന്നാലെ മോടിയായി വസ്ത്രധാരണം ചെയ്ത് 4 പൂവാലന്മാർ കൈകൾ കൂട്ടിപ്പിണച്ച് ഒരു ഇരിപ്പിടമുണ്ടാക്കി അതിന്മേലിരുത്തി മഹാപാപിനിയായ മേരി മഗ്ദലനയെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവരിൽ ഒരാൾ ഒരു റോമാക്കാരനാണെന്ന് തോന്നുന്നു. എന്തെന്നാൽ അയാൾ ഒരു റോമൻ കുപ്പായം ധരിച്ചിട്ടുണ്ട്. മനോഹരമായ അധരങ്ങൾ കൊണ്ട് അവൾ പുഞ്ചിരിക്കുകയാണ്. അവളുടെ ശിരസും സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയും ആകർഷകമായിരുന്നു. പിന്നിയിട്ടിരിക്കുന്ന ആ ചുരുണ്ട മുടിയിൽ വിലപിടിപ്പുള്ള ഏർപ്പിന്നുകളും മുത്തുകൾ പതിച്ച ഒരു സ്വർണ്ണ പതക്കവും കുത്തിവെച്ചിട്ടുണ്ട്. നെറ്റിയുടെ മുകൾ ഭാഗത്തെ ആവരണം ചെയ്തിരുന്ന പതക്കം ഒരു കിരീടം പോലെ ഇരിക്കുന്നു. അതിനിടയിലൂടെ വീണുകിടക്കുന്ന അളകങ്ങൾ അവളുടെ അതിസുന്ദരമായ കണ്ണുകളെ അല്പാൽപ്പം മറയ്ക്കുന്നുണ്ട്. പരിഷ്കൃതമായ ചമയങ്ങൾ അവളെ കൂടുതൽ ആകർഷകയാക്കുന്നു. കിരീട സമാനമായ പതക്കം കാതുകളുടെ പിന്നിൽ മറയുന്നു.
പിൻവശത്ത് അവളുടെ സമൃദ്ധമായ തലമുടിയുടെ താഴെയായി അതിവെണ്മയാർന്ന നഗ്നകണ്ഠം കാണാം. ആ നഗ്നത അവിടെ നിന്നും താഴേക്ക് തോൾഫലകം വരെയും വ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ അവളുടെ മാറിടവും പൂർണ്ണമായി മറക്കപ്പെട്ടിട്ടില്ല. ഒട്ടും കൈകളില്ലാത്ത ഉടുപ്പ് 2 സ്വർണ്ണ ശൃംഖലകൾ കൊണ്ട് തോളത്ത് ബന്ധിച്ചിരിക്കുന്നു. ചൂടിൽ നിന്നും ചർമ്മത്തെ രക്ഷിക്കുവാൻ മാത്രമായി അതിനേർമയുള്ളൊരു വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതിനാൽ ഒറ്റ നോട്ടത്തിൽ അവൾ പൂർണ്ണ നഗ്നയാണെന്നേ തോന്നും. അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞ് തൻ്റെ കാമുകന്മാരിൽ ഓരോരുത്തരോട് എന്തൊക്കെയോ പറയുന്നു. അവരിൽ ആ റോമാക്കാരനോടാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇടയ്ക്കിടെ അവൾ അയാളെ നോക്കി പുഞ്ചിരിക്കുകയും അവളുടെ തല അയാളുടെ തോളിൽ ചാരുകയും ചെയ്യുന്നു. ഈ ദേവതയുടെ ആഗ്രഹം സാധിച്ചു. റോമാക്കാരൻ പറഞ്ഞു, ഈ പുതിയ വീനസ് ദേവിക്ക് റോമ ഒരു പാദപീഠമായി തീർന്നു. അതാ അവിടെ ഭവതി കാണാൻ ആഗ്രഹിച്ച അപ്പോളോ ദേവൻ. അതിനാൽ അദ്ദേഹത്തെ വശീകരിക്കൂ. എന്നാൽ ഭവതിയുടെ സൗന്ദര്യധാരയുടെ ഉച്ഛിഷ്ടമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചേക്കണേ. മേരി പുഞ്ചിരിച്ചുകൊണ്ട് കാമോദ്ദീപകമായ ചുറുചുറുക്കോടെ ചാടി താഴെ ഇറങ്ങി. വെള്ളച്ചന്ദനം കൊണ്ടുള്ള അവളുടെ ചെറിയ ചെരുപ്പുകളും അതിലെ സ്വർണ്ണക്കൊളുത്തുകളും കാലിൻ്റെ ഗണ്യമായ ഭാഗവും പ്രദർശിപ്പിക്കുന്നതായിരുന്നു ആ ഇറക്കം. നേർമയുള്ള വെളുത്ത കമ്പിളി വസ്ത്രം കൊണ്ട് അവൾ ശരീരം മൂടിയിട്ടുണ്ട്. സ്വർണ്ണ നിർമ്മിതമായ ഒരു വലിയ ബെൽറ്റ് അരയിൽ കെട്ടിയിരിക്കുന്നു. ആ പുൽപ്പരപ്പിലെ ലില്ലി പുഷ്പങ്ങൾക്കിടയിൽ ആഭിചാര കർമ്മത്താൽ ആവിർഭവിച്ചൊരു അവിശുദ്ധ മാംസപുഷ്പത്തെ പോലെ അവൾ നിന്നു. അവളിപ്പോൾ നേരത്തേതിലും സുന്ദരിയായിരിക്കുന്നു. അവളുടെ ഇളം ചുവപ്പുള്ള ചുണ്ടുകൾക്കിടയിലൂടെ അതിമനോഹരമായ ദന്തനിര പുറത്തു കാണാം. സൗന്ദര്യവും ആകാരഭംഗിയും ഒത്തിണങ്ങിയ അവളുടെ ശരീരം ഏറ്റവും പ്രഗത്ഭരായ ചിത്രകാരന്മാർക്കും കൊത്തുപണിക്കാർക്കും ഉത്തമ മാതൃകയാണ്. വിശാലമായ മാറിടം, വടിവത്ത പാർശ്വങ്ങൾ, മാർദ്ദവമുള്ള ഒതുങ്ങിയ അരക്കെട്ട് എന്നിവ കാണുമ്പോൾ ആ റോമാക്കാരൻ പറഞ്ഞതുപോലെ അവളൊരു ദേവതയാണെന്ന് തോന്നും. ഒരു ശില്പി മനോഹരമായ ചുവന്ന മാർബിളിൽ കൊത്തിയെടുത്തൊരു ദേവത. ഓരോ അവയവവും അത്രക്ക് ആകർഷകമായിരിക്കുന്നു. ഈശോ അവളെ തുറച്ചു നോക്കി. അവൾ ധിക്കാരപൂർവ്വം അതിനെ നേരിട്ടു. ഇതിനിടയ്ക്ക് റോമാക്കാരൻ അവളുടെ തോളിൽ കൈയിടുകയും പുല്ലിനിടയിൽ നിന്നും പറിച്ചെടുത്ത ഒരു ലില്ലിപ്പൂവ് മാറിടത്തിലേക്ക് ഇടുകയും ചെയ്ത് കിക്കിളിപ്പെടുത്തിയതിനാൽ അവൾ ശരീരമിളക്കി പുഞ്ചിരിച്ചു. മേരി അല്പം അനാദരവോടെ തൻ്റെ വസ്ത്രാഞ്ചലം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പരിശുദ്ധിയെ മാനിക്കണം. ഇത് കേട്ട് 4 കാമുകന്മാരും അത്യുച്ചത്തിൽ ആഭാസകരമായി ചിരിച്ചു. ഈശോ അവളെ തന്നെ തുറച്ചു നോക്കുകയാണ്. അതിനാൽ ആ വെടലച്ചിരി പെട്ടെന്നടങ്ങി. അവിടുന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് പ്രസംഗം പുനരാരംഭിച്ചു. എരിഞ്ഞടങ്ങാൻ തുടങ്ങിയ ആ പ്രസംഗം ആ മായാരൂപിണിയുടെ ആഗമനത്തോടെ വീണ്ടും കത്തിജ്വലിക്കുകയാണെന്ന് തോന്നുന്നു. അവളുടെ വരവിൽ ബുദ്ധിമുട്ടും നാണക്കേടും അനുഭവപ്പെട്ട പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിയമത്തോടെ വിശ്വസ്തത പുലർത്താനും വിനയവും കാരുണ്യവും ഉള്ളവരാകുവാനും രക്തബന്ധത്തിലുള്ളവരെ മാത്രമല്ല മനുഷ്യരായി ജനിച്ച എല്ലാവരെയും സഹോദരന്മാരായി സ്നേഹിക്കുവാനും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ അപലപിക്കുവാൻ ആഗ്രഹിക്കുന്ന പാപത്തിൽ നിന്നും വിമുക്തരല്ലെങ്കിൽ നിങ്ങൾ ആ പാപത്തെ അപലപിക്കരുതെന്നാണ്. തങ്ങളോട് തന്നെ ഒഴികെ മറ്റുള്ളവരോടും കർക്കശമായി പെരുമാറുന്ന ശാസ്ത്രികളെയും പരീശന്മാരെയും പോലെ നിങ്ങൾ പെരുമാറരുത്. അവർ ബാഹ്യമായതിനെയാണ് അശുദ്ധമെന്ന് വിളിക്കുന്നത്. എന്നാൽ അതിനെ ബാഹ്യമായതിനെ മാത്രമേ അശുദ്ധമാക്കാൻ കഴിയൂ. അവരാകട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ അശുദ്ധിയെ കൈക്കൊള്ളുന്നവരാണ്. അശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്വന്തമായതിനെ അശുദ്ധി മലിനമാക്കുന്നു. പ്രത്യേകിച്ച് ഭൂമിയിലെ മാലാഖമാരായ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ പൈശാചികമായ ക്രൂരതയോടെ അവരുടെ സ്വർഗീയ ചിറകുകൾ അറുത്തു കളയുന്നവർക്ക് ഹാ കഷ്ടം. ഭൗതിക വസ്തുക്കളുടെ രുചി ആസ്വദിപ്പിച്ച് ആ സ്വർഗീയ പുഷ്പങ്ങളുടെ ചേറിൽ വലിച്ചെറിയുന്നവർക്ക് ഹാ കഷ്ടം. ഈ കൂട്ടർ ഈ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇടിമിന്നലേറ്റവർ മരിച്ചു പോകുന്നതാണ്.
ധനികർക്കും അമിതമായ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്കും ഹാ കഷ്ടം. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ളവരിലാണ് ഏറ്റവും അധികം അശുദ്ധി കാണപ്പെടുന്നത്. അലസതയും പണവും അവരുടെ കിഴക്കയും തലയിണയുമാണ്. നിങ്ങളിപ്പോൾ ചൊടിച്ചിരിക്കും. ഭോഗാസക്തിയാകുന്ന ഭക്ഷണം തൊണ്ടയിലെത്തി നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു. എങ്കിലും നിങ്ങൾ വിശപ്പുള്ളവരായിരിക്കും. നിങ്ങളുടെ വിശപ്പ് അതിഭയങ്കരമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമായ തൃപ്തി കൈവരികയില്ല. നിങ്ങളിപ്പോൾ ധനികരാണ്. ഈ ധനം കൊണ്ട് എത്രത്തോളം നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? നേരെ മറിച്ച് നിങ്ങൾക്കും മറ്റുള്ളവർക്കും കഴിയുന്നത്ര തിന്മയാണ് നിങ്ങൾ ചെയ്തത്. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദിവസത്തിൽ നിങ്ങൾ വിജയിച്ചു മുന്നേറുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുനീർ കൊണ്ട് ഗഹ്‌നായിലെ കുളങ്ങൾ നിറയും. അതൊരിക്കലും അവസാനിക്കുകയില്ല. വ്യഭിചാരത്തിൻ്റെ അഭയസ്ഥാനം എവിടെയാണ്? യുവതികളുടെ ഈ തിന്മയുടെ ഗൂഢസംഗീതം ഏതാണ്? വൈവാഹിക ബന്ധത്തിലുള്ള കിടക്കയ്ക്ക് പുറമെ വേറെ 2-3 കിടക്കകൾ കൂടി തേടി പോകുന്നത് ആരാണ്? തൻ്റെ പണം ദൂർത്തടിക്കുകയും ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തെ പുലർത്താനായി ദൈവം തന്നിരിക്കുന്ന ശരീരം അവിശുദ്ധകളായ വേശ്യകൾക്ക് നൽകി അതിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, കാമാസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവനും ഒരു പുരുഷനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നവളും അതുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ്. യാതൊരു ന്യായം കൊണ്ടും വ്യഭിചാരത്തെ ന്യായീകരിക്കുവാൻ കഴിയുകയില്ല. യാതൊന്നുകൊണ്ടും. ഭാര്യയുടെ ദുശീലങ്ങളോ ഭർത്താവിൻ്റെ നിരാകരണമോ ഇതിനുള്ള ന്യായീകരണമാവില്ല. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോടുള്ള അനുകമ്പയും ഇതിന് കാരണമായിക്കൂടാ. നിങ്ങൾക്ക് ഒരേയൊരു ആത്മാവേ ഉള്ളൂ. പരസ്പര വിശ്വാസത്തിലൂടെ അത് മറ്റൊരു ആത്മാവുമായി യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ വഞ്ചന കാണിക്കരുത്. അല്ലയോ ദുഷ്ടാത്മാക്കളെ, നേരെ മറിച്ചായാൽ മനോഹരമായ ശരീരം വരുത്തിവെക്കുന്ന പാപം നിങ്ങളെ ഒടുങ്ങാത്ത അഗ്നിയിലേക്ക് നയിക്കും. നിത്യശിക്ഷയ്ക്ക് വിധേയമാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ ശരീരത്തെ അംഗവിച്ഛേദം ചെയ്യുന്നത്. അല്ലയോ ധനവാന്മാരെ, ദുഷ്ടതയുടെ അഴുക്കുവെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന സംഭരണികളെ, നിങ്ങളുടെ ധാർമ്മിക ബോധം വീണ്ടെടുക്കുക. അങ്ങനെ നിങ്ങൾ സ്വർഗത്തെ വെറുക്കാതിരിക്കുവാൻ ഇടവരട്ടെ. വശീകരണക്ഷമമായ ദിവാസ്വപ്നത്തിലും ആസ്യഭാവത്തിലും ഇരുന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന മേരി ആദ്യമൊക്കെ ഇടയ്ക്കിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. ഒടുവിലായപ്പോഴേക്കും അത് കടും കോപമായി മാറി. തന്നെ നോക്കിയല്ല പറഞ്ഞതെങ്കിലും പറഞ്ഞതൊക്കെ തന്നോടാണെന്ന് അവൾക്ക് മനസ്സിലായി. കോപം നിയന്ത്രണാതീതമായപ്പോൾ അവൾ അവിടം വിട്ടിറങ്ങി. ആളുകളുടെ പരിഹാസതോതകമായ നോട്ടവും ഈശോയുടെ ശബ്ദവും കുറെ നേരത്തേക്ക് അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. മലയുടെ താഴ്വരത്തിലേക്ക് ഇറങ്ങിപ്പോകവേ അവളുടെ വസ്ത്രാഞ്ചലം വഴിയോരത്തെ ഞെരിഞ്ഞിലുകളിലും കാട്ടുറോസുകളിലും ഉടക്കി. അവ കോപത്തോടെ അവളെ പരിഹസിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മറ്റൊന്നും കാണാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇനിയും നിനക്ക് കൂടുതൽ കാണാം എന്ന് ഈശോ പറയുന്നു. 1945 മെയ് 29 ഈശോ തുടർന്ന് പറയുന്നു, ഇവിടെ സംഭവിച്ച കാര്യത്തിൽ നിങ്ങൾ കോപാകുലരാണ്. കഴിഞ്ഞ 2 ദിവസമായി യാതൊരു കുഴപ്പവുമില്ലാതിരുന്ന നമ്മുടെ കൂടാരം സാത്താൻ്റെ ഫുൽക്കാരം മൂലം മറിഞ്ഞു വീണിരിക്കുന്നു. ഇനി അതൊരു വാസസ്ഥാനമായി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനാൽ അത് ഉപേക്ഷിച്ചേക്കൂ. എന്നാൽ വിശാലവും പ്രകാശമാനവുമായ ഈ ചക്രവാളത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഏറ്റവും പൂർണ്ണമായി ഈ നിയമസംഹിത സമാഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം സൃഷ്ടാവെന്ന നിലയിലുള്ള തൻ്റെ മഹത്വത്തോടു കൂടി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ അത്ഭുതങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സാത്താനല്ല, ദൈവമാണ് സർവശക്തനെന്ന് നമുക്ക് ദൃഢമായി വിശ്വസിക്കാം. ഒരു ചെറിയ പുൽക്കൊടിയെ പോലും സൃഷ്ടിക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഇത് നമ്മെ ആനന്ദിപ്പിക്കണം. നിങ്ങളെല്ലാം ഇപ്പോൾ വെയിലത്ത് നിൽക്കുകയാണല്ലോ. അത് ഹാനികരമാണ്. തണുപ്പും തണലുമുള്ള താഴ്വരത്തിലേക്ക് മാറി നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാം. ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. പല കാരണങ്ങളാൽ നമുക്ക് കാലവിളംബരമുണ്ടായി. എങ്കിലും അതേപ്പറ്റി ഖേദിക്കേണ്ട. നിങ്ങളിവിടെ ദൈവത്തോടൊപ്പമാണ്.
ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾ ദൈവത്തോടൊപ്പമാണ്, അതായത് അങ്ങയോടൊപ്പം. അവർ കിഴക്കുവശത്തുള്ള ചരിവിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ ചിതറിയിരുന്നു. നല്ല ചൂടുള്ള വെയിലിൽ നിന്നും വൃക്ഷശാഖകൾ അവർക്ക് അഭയമരുളി. ഈ സമയത്ത് കൂടാരം താഴേക്ക് കൊണ്ടുവരുവാൻ ഈശോ പത്രോസിനോട് പറഞ്ഞു. നമ്മൾ ശരിക്കും ദൂരേക്ക് പോവുകയാണോ? അതെ, നാം പോവുകയാണ്. അവൾ വന്നതുകൊണ്ടാണോ? അതെ. എന്നാൽ ഇതാരോടും പറയേണ്ട, വിശേഷിച്ചും തീഷ്ണനോട്. ലാസറിനെ ചൊല്ലി അവന് സമനില തെറ്റും. ദൈവത്തിൻ്റെ വചനം പുറം ജാതികളാൽ അപഹസിക്കപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എനിക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം കൂടി നീ മനസ്സിലാക്കണം ഗുരു. അതെന്താണ്? ചില സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇത് മറക്കരുത്. നീ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. എങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ക്രൂര വിമർശനങ്ങൾ ചൊരിയുന്ന സ്വഭാവം നിനക്കുണ്ട്. എനിക്ക് മനസ്സിലായി. ലാസറും സൈമണും വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെ തന്നെ. അവിടെ എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇന്നും നാളെയും മറ്റന്നാളും. യോനായുടെ മകനായ എൻ്റെ ശെമയോൻ്റെ കർക്കശ സ്വഭാവം എപ്പോഴും നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണല്ലോ. തന്നെ സഹായിക്കുന്നതിനായി അവിടുന്ന് മറ്റ് അപ്പസ്തോലന്മാരെയും വിളിച്ചു. യൂദാസ് കറിയോത്ത ഒരു മൂലക്ക് ആലോചനാ നിമിത്തനായി ഇരിക്കുന്നു. ഈശോ 3 തവണ വിളിച്ചിട്ടും അയാൾ കേട്ടില്ല. ഒടുവിൽ തലതിരിച്ച് ചോദിച്ചു, ഗുരു, അങ്ങനെ വിളിച്ചോ? അതെ, പോയി ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ കൂട്ടുകാരെ സഹായിക്കും. എനിക്ക് വിശപ്പില്ല. അങ്ങേക്കും അങ്ങനെയല്ലേ? അതെ, പക്ഷെ 2 പേർക്കും വ്യത്യസ്ത കാരണങ്ങളാലാണ് വിശപ്പില്ലാത്തത്. യൂദാസ്, നീ അസ്വസ്ഥനായി ഇരിക്കുകയാണ്. അല്ല ഗുരു, ഞാൻ ക്ഷീണിതനാണ്. യൂദാസ്, നാം ഇപ്പോൾ കായൽക്കരയിലേക്കും അവിടെ നിന്ന് യൂദയായിലേക്കും പോവുകയാണ്. ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ നിനക്ക് നിന്റെ അമ്മയെ കാണാമല്ലോ. യൂദാസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ശരിക്കും അങ്ങ് മാത്രമേ എൻ്റെ കൂടെ വരുന്നുള്ളൂ? തീർച്ചയായും യൂദാസ്, നീ എന്നെ സ്നേഹിക്കുക. നിന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുകൊള്ളാനായി നിനക്കേറെ സ്നേഹം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരു, ഞാനൊരു മനുഷ്യനാണ്, മാലാഖയല്ല. ചിലപ്പോഴൊക്കെ എനിക്ക് ക്ഷീണം തോന്നാറുണ്ട്. ഉറക്കം വരുന്നത് ഒരു പാപമാണോ? അല്ല, എങ്കിലും ഒരു വ്യവസ്ഥ മാത്രമുണ്ട്. നീ ഉറങ്ങുന്നത് എൻ്റെ മാറിലായിരിക്കണം. അങ്ങോട്ട് നോക്കൂ, ജനങ്ങൾ എത്ര സന്തുഷ്ടരായിരിക്കുന്നു. പ്രകൃതിയും എത്ര മനോഹരമായിരിക്കുന്നു. യൂദയായും ഈ വസന്തകാലത്ത് മനോഹരമായിരിക്കും. ഗുരു, ഏറ്റവും അധികം ഭംഗിയുള്ളതായിരിക്കും. എന്നാൽ ഇതിലും ഉയരം കൂടിയ മലമ്പ്രദേശങ്ങളിൽ വസന്തകാലം വൈകിയേ വരൂ. എങ്കിലും അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. അവിടുത്തെ ആപ്പിൾ പഴത്തോട്ടങ്ങളും ഐശ്വര്യസമൃദ്ധമാണ്. എൻ്റെ പഴത്തോട്ടം അമ്മയാണ് നോക്കുന്നത്. അതാണ് ഏറ്റവും മനോഹരം. അമ്മ അതിനുള്ളിലൂടെ നടക്കുമ്പോൾ വല്ലതും കൊത്തിപ്പെറുക്കാനായി പ്രാവുകൾ കൂടെ പോവും. ഞാൻ പറയുന്നത് വിശ്വസിച്ചാലും അങ്ങയുടെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത്രയധികം ക്ഷീണിതയല്ലെങ്കിൽ എൻ്റെ അമ്മയെയും കൂടി ഞാൻ കൊണ്ടുവരാം. അവൾക്ക് നിൻ്റെ അമ്മയെ പരിചയപ്പെടാമല്ലോ. അവർ പരസ്പരം സ്നേഹിക്കും. എന്തുകൊണ്ടെന്നാൽ 2 പേരും നല്ലവരാണ്. ഇത് കേട്ടപ്പോൾ വിശപ്പില്ലായ്മയും ക്ഷീണവും ഒക്കെ മറന്ന് യൂദാസ് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. നല്ല ഉയരമുള്ളവനാകയാൽ കൂടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കെട്ടുകളൊക്കെ പരസഹായം കൂടാതെ അയാൾ അഴിച്ചു കൊടുത്തു. പിന്നെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ സന്തോഷപൂർവ്വം അപ്പവും ഒലിവുപഴവും ഭക്ഷിച്ചു. ഈശോ ദയാപൂർവം അയാളെ നോക്കിയിട്ട് മറ്റേ അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് പോയി.